ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. എല്ലാവരും വിഷു അടിച്ചു പൊളിച്ച് ആഘോഷിച്ചെന്ന് ഞാൻ കരുതുന്നു. ഞാനും തരക്കേടില്ലാത്ത രീതിക്കൊക്കെ ആഘോഷിച്ചു കേട്ടോ. 2 വർഷമായിട്ട് ഞങ്ങൾക്ക് വിഷുവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വിഷു പെട്ടെന്ന് കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾക്കതൊരു സന്തോഷം, അതുപോലെ തന്നെ ജോലികൾ ചെയ്യാനുള്ള ഉത്സാഹങ്ങളൊക്കെ കൂടുതലായിരുന്നു. അപ്പോൾ 4:45 ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റ് വിഷുക്കണിയൊക്കെ കണ്ട് നേരെ അടുക്കളയിലോട്ട് കയറി. അമ്മക്കൊരു സഹായിയായിട്ടും കൂടി കയറിയതാണ്. അപ്പോൾ അമ്മ രാവിലെ തന്നെ ചോറും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം പായസത്തിലോട്ട് കടന്നു. ചോറും പായസമൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കറികളൊക്കെ പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ പിന്നെ പായസത്തിലോട്ട് കടന്നു. അതിന് ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ മാറി മാറി തേങ്ങയൊക്കെ ചിരണ്ടി അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ വീട്ടിലും എല്ലാവരും ഇങ്ങനെ സഹായിച്ചാൽ എന്ത് സന്തോഷവും. നമ്മൾ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ അല്ലേ. എനിക്ക് ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാവരും പണിയിൽ എൻഗേജ്ഡായി. എല്ലാവരുടെയും പഴയ കാര്യങ്ങളും ഓർമ്മകളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെ. അപ്പോൾ ഇന്ന് ഞാനത് അനുഭവിച്ചറിഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പണിയൊക്കെ ഓൾമോസ്റ്റ് പെട്ടെന്ന് ഒരു 12 മണിയായപ്പോൾ തന്നെ ഞങ്ങളുടെ പണികളും കാര്യങ്ങളും കഴിഞ്ഞു. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്തപ്പോൾ, അല്ലാണ്ട് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേക്കും ഒരു പണി എവിടെയും എത്തില്ല, അതിനൊരു പൂർണ്ണത ഉണ്ടാവില്ല, ആ ചെയ്യുന്ന ആൾക്ക് അതിനൊരു സന്തോഷം ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷം കിട്ടിയൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ പായസത്തിനുള്ള 1-ാം പാലും 2-ാം പാലും 3-ാം പാലും 4-ാം പാലും ഇതൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു അമ്മ. അപ്പോൾ അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ട് അതിലൊന്നും എനിക്ക് സഹായിക്കാനും പറ്റിയില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ ചിക്കൻ കറി വെക്കാനാണെങ്കിലും അച്ചിങ്ങ വെക്കാനാണെങ്കിലും മറ്റെല്ലാ പരിപാടികളിലും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം വെക്കാനായിട്ട് ഞാൻ ഇളക്കലും പിടിക്കലും മാത്രമേ ഉള്ളായിരുന്നു. കാരണം കൂടുതലൊന്നും എനിക്കറിയില്ല, ഞാനും കൂടെ നിന്ന് നോക്കി പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ തന്നെ അതിൻ്റെ കഷ്ടപ്പാട് അറിയാമല്ലോ. എന്തോരം തേങ്ങ ചിരണ്ടിയാലാണ് അതൊന്ന് കിട്ടുക. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട്. പക്ഷേ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഞങ്ങളൊരു വിഷു വന്നാലോ ഓണം വന്നാലോ ഒന്നില്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ പരിപ്പ്, സേമിയ പായസം അങ്ങനെയുള്ള എളുപ്പപ്പണികളൊന്നും ചെയ്യാറില്ല. പിന്നീട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയും കാര്യങ്ങളൊക്കെ ഞാൻ ചുട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ വെന്ത ഗോതമ്പ് വേറൊരു ചട്ടിയിൽ ഇങ്ങനെ വെതറിടുകയാണ്. അതിലെന്നിട്ട് വേണം നമുക്ക് ശർക്കരപ്പാനി കാര്യങ്ങളൊക്കെ ഒഴിച്ച് അത് അടുപ്പത്ത് വെക്കണം. അടുപ്പത്ത് വെച്ചിട്ട് ഈ 3-ാം പാല് 2-ാം പാല് 1-ാം പാല് ഇതൊക്കെ ചേർത്ത് ഇളക്കി മാറ്റി വെച്ചിട്ട് അതിലോട്ട് നമുക്ക് പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും കാര്യങ്ങളൊക്കെ ഇടണം. അതിനോടൊപ്പം തന്നെ കശുവണ്ടി, കിസ്മിസ്, പിന്നെ എള്ളുണ്ടെങ്കിൽ എള്ള് വറുത്തത്, പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അത് വറുത്തത്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നും വെക്കണ പോലെയല്ല, നമുക്കൊരു പ്രത്യേകം നമ്മളും കൂടി അതിൽ പണിതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് നമുക്കൊക്കെ അറിഞ്ഞു. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. കുറച്ച് കട്ടിയായിപ്പോയി എങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റുള്ള പായസമായിരുന്നു. പിന്നെ മോര് കാച്ചിയതും ചെമ്മീനും പിന്നെ കരിമീൻ ഉണ്ടായിരുന്നു, കരിമീൻ കറി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിഷു. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.